ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നുള്ള നമ്മുടെ ട്രിവാൻഡ്രം കൈമനത്തുള്ള ശിവജി മോട്ടോഴ്സിലാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ പുതിയ സൂപ്പർ മീറ്റിയോർ 650യുടെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സംഭവം ഈ വണ്ടി നിങ്ങൾ കണ്ട് വലിയ പരിചയം ഉണ്ടാവില്ല, പക്ഷേ ഒരു സൂപ്പർ ബൈക്കിൻ്റെ അതേ ലുക്കിലും അതേ പെർഫോമൻസിലും വരുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ. സോ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഈ കാണുന്ന വണ്ടിയാണ് നമ്മുടെ പുതിയ സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറയുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലൻ ലുക്കിൽ ഇറങ്ങുന്ന, അതായത് ഒരു തികച്ചും ഒരു സൂപ്പർ ബൈക്കിൻ്റെ ലുക്കിലുള്ള വണ്ടി തന്നെയാണ് കേട്ടോ. ലുക്ക് മാത്രമല്ല, വണ്ടിയുടെ പെർഫോമൻസും ഒരു സൂപ്പർ ബൈക്കിൻ്റെ അതേ ലുക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് 650cc എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650, നമ്മുടെ GT 650 ഒക്കെ നമുക്ക് ഇതിനോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. സോ ഈ വണ്ടി നമ്മുടെ റോഡുകളിൽ മാക്സിമം ഇനിയേ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ വണ്ടി ജനുവരിയിൽ ലോഞ്ച് ചെയ്തെങ്കിലും നമുക്കിപ്പോഴാണ് എല്ലാ ഷോറൂമിലും ഈ വണ്ടി അവൈലബിൾ ആയി തുടങ്ങിയത്. കാരണം 5-6 മാസം ഇതിനൊരു ഡെലിവറി പീരീഡ് വരണുണ്ട് കേട്ടോ. അതായത് നമുക്ക് വണ്ടി കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ടൊരു ചെറിയ ടൈം ലിമിറ്റ് വരണുണ്ട്. ബിക്കോസ് ഇതൊരു, ഞാൻ പറഞ്ഞതാണ്, ഇത് തികച്ചും ഒരു സൂപ്പർ ബൈക്കിൻ്റെ അതേ ഫിനിഷിങ്ങിലും അതേ പെർഫോമൻസിലും വരുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈം ലിമിറ്റ് പറഞ്ഞത് കേട്ടോ. മാത്രമല്ല, നമുക്ക് ഈ വണ്ടിയുടെ A to Z കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ വണ്ടിയുടെ ലുക്ക് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്ക് ഡ്യുവൽ സൈലൻസറോടെയൊക്കെ വരുന്ന ഒരു കിഡിലൻ റോയൽ എൻഫീൽഡിൻ്റെ ഒരു മാരക ബ്ലാസ്റ്റ് സാധനമാണ് കേട്ടോ മീറ്റിയോർ 650 എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ മീറ്റിയോർ 350യും നമ്മുടെ ബുള്ളറ്റ് 350 ഒക്കെ ഓട്ടിച്ചും എനിക്കിനി അത് വേണ്ട, എനിക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡേഷൻ വേണം എന്നുള്ളവർക്ക്, സൂപ്പർ ബൈക്കിൻ്റെ ഫീലോട് കൂടി ഓട്ടിക്കണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ വണ്ടി തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറയുന്ന വണ്ടി കേട്ടോ. മാത്രമല്ല, ഈ വണ്ടിയിൽ നമുക്ക് മാറ്റങ്ങൾ, അതായത് ഇതിൽ പറയാനായിട്ടാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഡിജിറ്റൽ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു റൈഡിങ് പോസ്റ്ററിനെ നോക്കാം. റൈഡിങ് പോസ്റ്ററിൽ നോക്കുമ്പോൾ നമുക്ക് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സൂപ്പർ ബൈക്കിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. കാരണം എന്താ, ഈ വണ്ടിയിലിരിക്കുന്ന നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ. ഈ വണ്ടിയുടെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ലുക്ക് നോക്കി തന്നെ കാണാം, നമുക്കൊരു ഫാറ്റ് ബോയിലൊക്കെ ഇരിക്കുന്ന അതേ ഫീലാണ്. അത്യാവശ്യം നല്ല ഫാറ്റി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സൂപ്പർ ബൈക്കാണ് കേട്ടോ. സൂപ്പർ ബൈക്ക് എന്ന് തന്നെ എനിക്കിതിനെ പറയേണ്ടി വരും, കാരണം വണ്ടിയുടെ പെർഫോമൻസ് അത്രയ്ക്കാണ് കേട്ടോ. സൂപ്പർ ബൈക്കാണ് നമുക്ക് പറ്റിയ ഒരു സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറഞ്ഞാൽ. ഇതിന് കംപ്ലീറ്റ് നെയിം നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650, റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോർ 650 എന്നാണ് കേട്ടോ. ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് ലുക്ക്. നമുക്കിതിനകത്ത് കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. സംഭവം ഒരു കസ്റ്റമൈസേഷനും കാര്യങ്ങൾ ആവശ്യമില്ല, കാരണം സ്റ്റോക്ക് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650. ഇതിൽ എടുത്ത് പറയാനായിട്ടാണ് നമ്മുടെ എഞ്ചിനും നമ്മുടെ സൈലൻസറും ബാക്കിലത്തെ ഫ്രണ്ടിലെ ഡിസ്ക്, നമ്മുടെ ബാക്കിലത്തെ ഡിസ്കിൻ്റെ സൈസ് നോക്കി തന്നെ കാണാം. നമ്മുടെ ഒരു സൂപ്പർ ബൈക്കിൻ്റെ അതേ സൈസാണ് കേട്ടോ. അതേ സൈസ് എന്ന് വെച്ചാൽ സെയിം സൈസാണ് ഇതിൽ പറഞ്ഞത്. നമ്മുടെ ഷോക്ക് അബ്സോർബറിൻ്റെയൊക്കെ സൈസാണെങ്കിൽ നോക്കി തന്നെ കാണാം. ഒരു പില്ലിയനും റൈഡറിനും ഒക്കെ കംഫർട്ട് നൽകാൻ പറ്റുന്ന അത്രയും കിഡിലിനായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മാരക ബ്ലാസ്റ്റ് സാധനമാണ് കേട്ടോ. നമുക്കിനി എന്തായാലും ഇതിൻ്റെ സ്പെക്ക് നോക്കാം. സ്പെക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. നമുക്ക് LED ഹെഡ്ലൈറ്റ് ആണ് പറഞ്ഞത്. ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഹെഡ്ലൈറ്റ് ഒക്കെ ഞാൻ ഓണായി കാണിച്ചു തരാം. പിന്നെ USB ഫോർക്ക് 43 mm USB ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്സൈഡ് ഡൗൺ ഫോർക്ക് 43 mm ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സൈസ് അത്യാവശ്യം ചെറുതാണ് കേട്ടോ. പക്ഷേ ഇത്രയും ഒരു ഫാറ്റി ആയിട്ടുള്ളൊരു ബൈക്കിന് ഈ ഒരു USB ഫോർക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചുകൂടെ വലിയ ഒരു സൈസ് കൂടി USB ഫോർക്ക് തരായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ സൈസ് എന്ന് വെച്ചാൽ 100-90 ആണ്. ഫ്രണ്ടിലത്തെ ടയർ സൈസ് ട്യൂബ്ലെസ് ടയറാണ്. ഒരു സൂപ്പർ ബൈക്കിനൊക്കെ വരാൻ പറ്റിയ ഒരു ടയർ തന്നെയാണ്. 100-90 ആണ് ഫ്രണ്ടിലത്തെ ടയർ സൈസ്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 320 mm ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലിനായിട്ടുള്ളൊരു ഡിസ്ക് ബ്രേക്ക് ചെയ്യാനായിട്ട്. ബൈറ്റും നമുക്ക് അറിഞ്ഞൂടെ, ബൈബിയറിൻ്റെ ബ്രേക്ക് സിസ്റ്റമാണ്. എന്നാലും ഇതിൻ്റെ ബൈറ്റും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് 320 ആണ് കേട്ടോ. അത്യാവശ്യം ഒരു സൂപ്പർ ബൈക്കിനൊക്കെ പറഞ്ഞാൽ അതേ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് കേട്ടോ. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 15 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വണ്ടി കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചാൽ ഒരു 25-നും 20-നൊക്കെ ഇടയ്ക്കായിരിക്കും വണ്ടി കിട്ടുന്ന മൈലേജ്. നമുക്ക് സിറ്റി റൈഡിനും, പക്ഷേ ഞാൻ ഇത് കുറച്ചുകൂടെ റെഫർ ചെയ്യുന്നത് ഒരു സൂപ്പർ ബൈക്ക് എടുക്കണം, സൂപ്പർ ബൈക്കിൻ്റെ ആഗ്രഹം ഉണ്ടെന്നുള്ളവർക്ക് നമുക്കൊരു ഇതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്തായാലും 5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് കേട്ടോ. 5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു സൂപ്പർ ബൈക്ക് എടുക്കണമെന്നുള്ളവർക്ക് നമുക്ക് അധികം കണ്ടിട്ട് പരിചയമില്ലാത്തൊരു വണ്ടി കൂടി തന്നെയാണ് കേട്ടോ. സോ ഒരു സൂപ്പർ ബൈക്ക് എടുക്കണമെന്നുള്ളവർക്ക് ഞാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് മീറ്റർ കൺസോൾ നമുക്ക് ലാസ്റ്റ് വരാം. നമുക്ക് ഡിജിറ്റൽ മീറ്റർ അനലോഗും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് സീറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മുടെ പില്ലിയനും റൈഡർക്കും ഒരുപോലെ കംഫർട്ട് നൽകാം എന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ കേട്ടോ.
നമ്മുടെ റൈഡർക്ക് കുറച്ച് കംഫർട്ട് കാണുമായിരിക്കും, കാരണം നല്ല സീറ്റ് അത്യാവശ്യം നല്ല കുഷനിങ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു ഹാൻഡിലിംഗ് പൊസിഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കിഡ്ലൻ ഹാൻഡിലിംഗ് പൊസിഷനൊക്കെയാണ്. പക്ഷേ ബാക്കിൽ റൈഡർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പില്യൺ റൈഡർക്ക് എന്ന് പറയുമ്പം ഒട്ടും കംഫർട്ട് നൽകുവാൻ പറ്റില്ലെന്ന് തന്നെ പറയാൻ കേട്ടോ. കാരണം ഒരു ഗ്രാബ് റെയിലോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ സൂപ്പർ ബൈക്കിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ സൂപ്പർ ബൈക്കിൽ ഗ്രാബ് റെയിലോ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. എന്നാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയൊരു സംഭവം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിടിച്ചെങ്കിരുന്നുള്ള അള്ളി പിടിച്ചെങ്കിരുന്നുള്ള കേട്ടോ. സോ ഇതാണ് നമുക്ക് പറഞ്ഞ പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞ മാറ്റങ്ങളല്ല വണ്ടി പറഞ്ഞ സ്പെക്ക് കേട്ടോ. പിന്നെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡബിൾ സൈലൻസർ ഡ്യുവൽ സൈലൻസർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കിൽ നോക്കുമ്പോൾ 300 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ പറഞ്ഞിട്ട്. ബാക്കിലത്തെ ഡിസ്കിൻ്റെ സൈസ് നോക്കി തന്നെ കാണാം, അത്യാവശ്യം നല്ല കിടിലൻ സൈസാണ് ബാക്കിൽ പറഞ്ഞിട്ട്. 300 mm ഡിസ്ക് സൈസാണ് ബാക്കിൽ പറഞ്ഞാൽ. അടുത്ത് നമ്മുടെ ബാക്ക് റെയർ ടയർ സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ 150/80 ബാക്കിലത്തെ ടയർ സൈസ് പറഞ്ഞിട്ട്. 150/80 ബാക്കിലത്തെ ടയർ സൈസ് പറഞ്ഞത്. നമ്മുടെ LED ടെയിൽ ലൈറ്റ് ചെയ്യാനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പിന്നെ റോയൽ എൻഫീൽഡ് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് കേട്ടോ അവർ കൊടുക്കുന്നത് എല്ലാ വണ്ടിക്കും. നമ്മുടെ ഒരു സൂപ്പർ ബൈക്കിൽ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കായാലും ഒരു ഹാലജൻ ഇൻഡിക്കേറ്ററാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതൊരു പോരായ്മയാണ് കേട്ടോ, പോരായ്മയായിട്ട് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ തന്നെ നമുക്ക് റൈഡർക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് നൽകുന്ന സീറ്റ് തന്നെയാണ്. ഈ ഒരു ഭാഗം നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം നോക്കി തന്നെ കാണാൻ കേട്ടോ, ആ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഞ്ചിൻ്റെ ഭാഗം നോക്കി തന്നെ കാണാം. ഗൈസ് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വണ്ടി പറഞ്ഞ സ്പെക്ക് പറഞ്ഞ കേട്ടോ. നമുക്കിനി ഈ വണ്ടി പറഞ്ഞ എക്സ്ട്രാ ഫിറ്റിങ്സ് നോക്കാം. എക്സ്ട്രാ ഫിറ്റിങ്സിൽ വരുമ്പോൾ നമ്മുടെ എഞ്ചിൻ ഗാർഡ്, ക്രാഷ് ഗാർഡ്, നമ്മുടെ ബാക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ എക്സ്ട്രാ ഫിറ്റിങ്സിലാണ് കേട്ടോ. നമുക്കിതിൽ ഒരു ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിപ്പം ഒരു കപ്പിൾസിനൊക്കെ ആണെങ്കിലും പില്യൺ റൈഡർക്ക് കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. പക്ഷേ ഗ്രാബ് റെയിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് ബാക്കിൽ ഒരു ലുക്ക് പോകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഗാർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈലൻസറിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ സീറ്റ് നമുക്ക് ടൂറിംഗ് സീറ്റ് ആണെങ്കിൽ ടൂറിംഗ് സീറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വണ്ടി ടൂറിംഗ് എന്നതിനുപരി നമുക്കൊരു സ്പോർട്സ് സെഗ്മെൻറ്റ്, ഒരു ക്രൂയിസർ ബൈക്കിൽ നമുക്ക് ഈ വണ്ടി ഞാൻ പെടുത്താൻ കേട്ടോ. കാരണം നമുക്ക് ക്രൂസ് ചെയ്ത് പോകാനായാലും എന്തിനായാലും ഒരു ക്രൂയിസർ സെഗ്മെൻറ്റിൽ പെടുത്താൻ പറ്റിയ ബൈക്ക് തന്നെയാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650 എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റോഡിലൊന്നും കണ്ട് പരിചയമില്ലാത്തൊരു വണ്ടിയാണെങ്കിൽ നമ്മുടെ റോഡിലേക്ക് ഇനി വരാൻ പോകണം. നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് റോഡ് ഭരിക്കാൻ വേണ്ടി രാജാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. നമ്മുടെ GT അതുപോലുള്ള കോണ്ടിനെൻ്റൽ GT, നമ്മുടെ ഇൻ്റർസെപ്റ്റർ അതുപോലുള്ള വണ്ടികളൊക്കെ റെയർ ആണ്. അതുപോലെ ഒരു റെയർ സാധനം തന്നെ ആയിരിക്കും കേട്ടോ ഇതും. സോ നമുക്ക് എന്തായാലും നമുക്ക് ഇനി വരാം, നമ്മുടെ വരുന്ന റോഡുകളിലൊക്കെ നമുക്കിനി ഇവനെ പ്രതീക്ഷിക്കാം. സോ ഇതാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും വണ്ടിയിൽ വന്നിട്ടുള്ള സ്പെക്കും കേട്ടോ. നമുക്കിനി എന്തായാലും ഇതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് പോവാം. മീറ്ററിലോട്ട് നമുക്ക് പോകാം. മീറ്ററിലോട്ട് വണ്ടിയുടെ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്കിനി ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. ഇതാണ് ഓൺ ആക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ കേട്ടോ. നമുക്കിതിൽ ട്രിപ്പർ നാവിഗേറ്റർ, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ട്രിപ്പർ നാവിഗേറ്റർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ മീറ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മീറ്ററിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫുൾ നമുക്ക് കൺസോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് പെട്രോളിൻ്റെതും നമ്മുടെ ബാറ്ററിയുടെ ന്യൂട്രലൈറ്റ് ABS വാണിംഗ്, നമ്മുടെ എഞ്ചിൻ വാണിംഗ്, നമ്മുടെ കൂളൻ്റ് ഓയിൽ അതിൻ്റെയൊക്കെ വാണിങ്ങും മൊത്തം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പർ നാവിഗേറ്റർ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പുതിയ ബുള്ളറ്റിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ റൈഡർ കംഫർട്ട് നൽകുന്ന രീതിക്ക് നമ്മുടെ ഇടത്തെ സൈഡാണ് കേട്ടോ. അതിൽ നമുക്കിവിടെ ഇതിൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതിൽ സംഭവം കിടലായിട്ട് തന്നെ ട്രിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ട്രിപ്പ് A, ട്രിപ്പ് B, ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് വണ്ടിയിൽ കിടലായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളായിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇതാണ് വണ്ടി ഓണായിട്ട് നിൽക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ. ഓണായിട്ട് നിൽക്കുമ്പോൾ വെച്ചാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ നോർമൽ നമ്മുടെ 0 RPM കിടക്കുമ്പോഴുള്ള സൗണ്ട് ഇതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റവ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സൂപ്പർ ബൈക്കിനുള്ള അതേ സൗണ്ട് നമുക്ക് കിട്ടും. സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുക കേട്ടോ. എങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് സൗണ്ട് ഒന്ന് കേൾക്കാൻ പറ്റും. രണ്ട് സൈലൻസറിലുള്ള സൗണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലൻ സൂപ്പർ ബൈക്കിൻ്റെയൊക്കെ സൗണ്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഷോറൂം മൊത്തം സൈലൻ്റ് ആയിട്ട് ഈ വണ്ടി ഒന്ന് ഓഫ് ചെയ്തപ്പം അത്രയും നല്ല കിഡിലനായിട്ടുള്ള ഒരു സൗണ്ട് തന്നെ ഈ വണ്ടിക്ക് പറഞ്ഞുകൊണ്ട് കേട്ടോ. സോ ഗായ്സ് ഇതാണ് ഈ വണ്ടീനെ സംബന്ധിച്ചിട്ടുള്ള വന്നിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ റോഡിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ റോഡിലേക്ക് ഇനി നമ്മുടെ റോഡിൽ കാണാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയായിരിക്കും. സോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത് വെച്ചാൽ 4,50,000 മുതൽ 4,80,000 കേട്ടോ ഇതിൻ്റെ ഓൺ റോഡ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിന്
നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് 4 മാസം മുതൽ 5 മാസം വരെയാണ്. കാരണം ഇത് ഒരു റെയർ വണ്ടിയാണ് കേട്ടോ. സോ ഇതിന് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് സൂപ്പർ ബൈക്കിൽ എന്ന് തന്നെ പറയാം, സൂപ്പർ ബൈക്കിൽ കിഡിലാണ് ഓപ്ഷനാണ് നമ്മുടെ സൂപ്പർ മീറ്റിയോർ 650 കേട്ടോ. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ 80,000 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ. ഇതിൻ്റെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും സിബിൽ സ്കോർ നോക്കിയാണ് ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞത് കേട്ടോ. നമുക്ക് 80,000 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് പറഞ്ഞാൽ. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 80,000 രൂപയാണ് പറഞ്ഞത് കേട്ടോ. സോ ഇത്രയുള്ള നമ്മുടെ പുതിയ സൂപ്പർ മീറ്റിയോർ 650 പറ്റിയുള്ള റിവ്യൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ റിവ്യൂ എടുക്കാൻ വേണ്ടി നമ്മുടെ പുതിയ സൂപ്പർ മീറ്റിയോർ 650 തന്നിട്ടുള്ള നമ്മുടെ ട്രിവാൻഡ്രം കൈമനത്തുള്ള ശിവജി മോട്ടോഴ്സ് ആണ് കേട്ടോ. സോ നമുക്ക് അവർക്ക് ഒരു ഫെയ്ത്ത്ഫുള്ളി ഒരു താങ്ക്സ് പറയാം. നിങ്ങൾക്ക് അവരുടെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യട്ടെ. അവരുടെ നമ്പറും അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും വണ്ടികളുടെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പറഞ്ഞ വണ്ടികളാണ് ഉറപ്പായിട്ട് നമ്മൾ ആ ഷോറൂമിൽ പോയി റിവ്യൂ എടുക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇത്രയൊക്കെ ഉള്ളൂ. മറക്കാണ്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇടാം. അതുവരെയും ബൈ ബൈ.